ലക്ഷക്കണക്കിന് പോസ്റ്റർ ഒട്ടിച്ചാലും കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മെറ്റീരിയൽ പ്രചരിപ്പിച്ചാലും ബിൽ ബോർഡുകൾ വെച്ചാലും എത്ര പ്രാവശ്യം വീട്ടിൽ കയറിയാലും ഫൈനലി ജനമാണ് തീരുമാനിക്കുക. പൊതുവിൽ ജനമനസ്സിൻ്റെ ഓർമ്മകൾ വളരെ ഹ്രസ്വമാണ്. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട അഴിമതി ചെയ്യുന്ന ആളുകൾ പോലും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തനങ്ങളിലൂടെ ആ അഴിമതിയുടെ മേൽ അല്ലെങ്കിൽ ആ അഴിമതി കഥയുടെ മേൽ മൂടുപടമിട്ട് പുതിയൊരു കാരിസ്മ സൃഷ്ടിക്കാൻ റൈറ്റ് പൊളിറ്റിക്സ് ആണോ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണോ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ബ്രാൻഡിനെ നിശ്ചയിക്കുക എന്നുള്ളത്, ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് ആ വിഗ്രഹം നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പല പക്ഷത്തു നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. പൊതുവിൽ ഇന്ത്യൻ സമൂഹത്തിന് വിഗ്രഹങ്ങളോടൊരു ആഭിമുഖ്യമുണ്ട്. അതിപ്പോൾ മതമായാലും അതുപോലുള്ള ഇപ്പോൾ സിനിമയായാലും ഒക്കെ വിഗ്രഹങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളോടൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും ആ വിഗ്രഹത്തിന് ഏതാണ്ട് അന്ധമായിട്ട് തന്നെ വിശ്വസിക്കുകയും ആ വിഗ്രഹം നമ്മുടെ മോഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു രക്ഷക വേഷം കിട്ടും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമ്മുടെ ഒരു സൈക്കോളജിയിലുള്ളതാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരോളം ഉണ്ടാക്കാമെന്നല്ലാതെ വോട്ടിംഗ് പാറ്റേണിൽ ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലാതെ ഒഴുക്കിനനുസരിച്ചിട്ട് പോകുന്നൊരു സംവിധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഭരണ അനുകൂല വികാരം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു മുന്നണി ഭരണത്തിൽ ഏറിക്കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുക. കാരണം സൃഷ്ടിപരമായിട്ടുള്ളൊരു പ്രതിപക്ഷം എന്ന് പറയുന്നൊരു സങ്കല്പം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല. അതായത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം അതിനെ അനുകൂലിക്കുകയും സൃഷ്ടിപരമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന രീതിയിലല്ല ഒരു പ്രതിപക്ഷ പ്രവർത്തനം പോകുന്നത്. ഭരണം ചെയ്യുമ്പം ഭരണക്കാർ ചെയ്യുന്ന എന്തിനേയും എതിർക്കുക, അതിനെ കുറ്റം പറയുക എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു ശൈലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മുന്നണി ഭരണത്തിൽ ഏറുന്ന അടുത്ത ദിവസം തൊട്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷം ചെയ്യുക. അതാണ് അവരുടെ ദൗത്യം എന്നാണ് പൊതുവിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സങ്കല്പം എഴുതി വച്ചിരിക്കുന്നത്. പിന്നെ അതിന് പിന്തുണയ്ക്കുന്ന രീതിയിൽ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ അനുകൂലിക്കുന്ന തൽപരകക്ഷികളോ അല്ലെങ്കിൽ ഭരണമുന്നണിയെ എതിർക്കുന്ന കക്ഷികളോ ഒക്കെ അത് പോകുന്നു. അപ്പോൾ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പക്ഷേ ഇതിൽ ഭരിക്കുന്നവരുടെ ചെയ്തികളും ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പണ്ടത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ നോക്കുന്നത് ഞങ്ങൾക്കെന്ത് നേരിട്ട് ഗുണം കിട്ടി ഈ ഭരണം കൊണ്ടെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള ദോഷമാണ് ഈ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായെന്നുള്ളത് ജനങ്ങൾ നിരന്തരം എവാലുവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഹൈപ്പ് കൊണ്ട് അതിനെ മറയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ എമർജൻസി കഴിഞ്ഞതിന് ശേഷം 1977 ഇന്ദിരാഗാന്ധിക്ക് വീണ്ടും ജയിച്ചു വരാമായിരുന്നു. അപ്പം ഇവർ ഞങ്ങളോട് എന്ത് ചെയ്യുന്നത് എന്നുള്ളത് സാധാരണ ആളുകൾ പോലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ എവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് വിശകലനം ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനം ഇത് എവാലുവേറ്റ് ചെയ്യുന്നില്ല. അവർ ഈ പത്രത്തിൽ വായിക്കുന്നതോ അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇവർ ഘോരഘോരം അവകാശവാദങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ ഇവരെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷം പറയുന്നതോ മാത്രം കേട്ടിട്ടാണ് ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് പോകുന്നത് എന്നുള്ളത് അതൊരു മണ്ടത്തരമാണ്. കാരണം നിരക്ഷരനായിട്ടുള്ള ഇന്ത്യക്കാരനും അവൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ചിലപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവത്തിൽ അതിനെ എങ്ങനെ ഒരു മാർക്കറ്റിംഗ് വഴി മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആശയപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങൾ എന്ന് പറയുന്നതിനെ വിമർശിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്ക് കൂടെ പോകുന്നതിന് വ്യത്യാസമായിട്ട് ഒരു ശരാശരി മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെയൊക്കെ സ്വാധീനിച്ച് അവനെ ആശയക്കുഴപ്പത്തിലാക്കാം അല്ലെങ്കിൽ അവൻ്റെ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനത്തിന് എങ്ങനെ
കറപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സ്ട്രാറ്റജിയിലേക്കാണ് ഇപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനുകൾ പോകുന്നത്. വിരുദ്ധ വികാരം ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും 5 വർഷം ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പം അവരുടെ ചെയ്തികൾ വളരെ പ്രധാനമാണ്. ആ റിലേറ്റഡ്നെസ്, ആളുകളുമായിട്ടുള്ള കണക്റ്റഡ്നെസ് ഇല്ലാതെ പോകുന്ന രീതിയിലുള്ള ശരീരഭാഷ ഉണ്ടാകുന്നു, പ്രവർത്തനങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അവരുടെ കോട്ടങ്ങൾക്ക് വലിയ പ്രാമുഖ്യം വരികയും അത് ഭരണവിരുദ്ധ വികാരമായിട്ട് രൂപപ്പെട്ടു വരികയും ചെയ്യും. ഇപ്പം ആദ്യത്തെ പിണറായി സർക്കാർ രണ്ടാമത് ജയിച്ചു വന്നപ്പം അതിലെനിക്ക് തോന്നണ ഏറ്റവും മനഃശാസ്ത്രപരമായിട്ടുള്ള നിർണായക ഘടകമായിട്ട് തോന്നിയത് പ്രളയവും കോവിഡൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു നേതൃത്വമുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റി. അത് പിന്നീട് വിമർശന വിധേയമായി, അത് അങ്ങനെ ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നി ആ ഇലക്ഷനിൽ ഭരിച്ചിരുന്ന ഒരു കക്ഷിയെ വീണ്ടും ഭരണത്തിലേക്ക് നയിക്കാൻ ഇടയായിട്ടുള്ളൊരു കാര്യം, ആ ഒരു പ്രതിസന്ധി കാലത്ത് ഒപ്പമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിലുള്ള തോന്നലുണ്ടാക്കുന്ന പല പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന് ചെയ്യാൻ പറ്റി. കിറ്റ് ഉൾപ്പെടെ അങ്ങനെയാണ്. അതിലെല്ലാം ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള തലമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിരിക്കുമ്പം ഒരു കൈ സഹായിക്കാൻ എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാത്ത കാരണം ഒരു പക്ഷേ പൊതുവിലുള്ള ശരീരഭാഷയോ അല്ലെങ്കിൽ പൊതുവിലുള്ള സംസാര രീതികളോ അതുണ്ടാക്കിയിട്ടുള്ള ചില കോട്ടങ്ങളോ ഒക്കെ ഇപ്പോൾ കുറേ കൂടെ പ്രാമുഖ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഓപ്പറേറ്റ് ചെയ്തേക്കാം. കാരണം അത് അങ്ങനെയാണ് അതിൻ്റെ സാധാരണ മനുഷ്യരുടെ ഒരു സൈക്കോളജി. നിങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള ചോദ്യം എപ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓരോ പൗരനും ആലോചിക്കുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും, കേരളത്തിൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സാക്ഷരത വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം വോട്ടർമാരെ എടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണ് കട്ട അനുയായികൾ? താരതമ്യേന ഒരു ന്യൂനപക്ഷമാണത്. ഏറ്റവും കൂടുതലുള്ള ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കായിരിക്കാം. ഇപ്പോൾ BJPക്ക് അങ്ങനെ ഒരു കട്ട അനുയായികളുടെ ഒരു ശ്രേണി വരുന്നുണ്ട്. കോൺഗ്രസ്സിൽ അങ്ങനെ കട്ട അനുയായികളെന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല. കാരണം കട്ട അനുയായിക്കും എതിർത്ത് പറയാം നേതൃത്വത്തെ. അത് അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ്, ഘടനയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവരെ എല്ലാം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാലും ഒരു ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, ഓരോ തെരഞ്ഞെടുപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു വലിയ ഭൂരിപക്ഷമാണ്. അപ്പോൾ ക്യാമ്പയിനുകളെല്ലാം അവരുടെ മനസ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിലെ ചില ഘടകങ്ങളാണ്. അവർ ചിന്തിക്കുമ്പം ഈ സർക്കാർ നമ്മളോട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ജനാധിപത്യത്തിനെ വളർത്താനാണോ തളർത്താനാണോ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ സാധാരണ ആളുകളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളത് സത്യമാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വോട്ടിങ്ങിലുള്ള അഭിനിവേശം കുറഞ്ഞിട്ടില്ല. അതും ഒരു കാരണം ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടിങ്ങിൽ കൂടിയാണ് വരുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു 2019 78% അടുത്ത് പോളിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ രംഗം എടുത്താൽ പോലും 2014 2019 വോട്ടിംഗ് ശതമാനം കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞങ്ങൾ പങ്കാളികളാകേണ്ടതാണ് എന്നുള്ള ചിന്താഗതി ഇന്ത്യൻ ജനാധിപത്യത്തിൽ കൂടി വരികയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഈ മീനച്ചൂടിലൊക്കെ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും ഞങ്ങളുടെ ശബ്ദം മറ്റ് സന്ദർഭങ്ങളിൽ കേൾക്കപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ പ്രതിഫലനം കൂടെയാണത്. മനസ്സിലായില്ല? കാരണം ഇവർ ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷം നമ്മളുടെ ശബ്ദം കേൾക്കപ്പെടുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു അവസരം തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നുള്ള ചിന്താഗതി കുറേ കൂടെ ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സൈക്കോളജിയാണ് ഒരു പക്ഷേ പോളിംഗ് ശതമാനം കൂടുന്നതിലൊക്കെ വരുന്നത്. വോട്ട് ചെയ്ത് ജനം ഭരിക്കാൻ ചുമതലപ്പെടുത്തുന്നവരും പൊതുവിൽ രാഷ്ട്രീയ കക്ഷികളും ജനത്തിനോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങളുടെ ആഭിമുഖ്യം വരിക. അവർ കൺസർവേറ്റീവ് ആവാം, ലിബറലാവാം, അല്ലെങ്കിൽ എല്ലാം ഗവൺമെൻറ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാവാം. അതുമല്ല സ്വതന്ത്രമായിട്ട് ഒരു ചിന്താഗതി ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാവാം. എന്തായാലും
അവരെന്താണോ ചെയ്യുന്നത് അതിനോടുള്ള ഇഷ്ടമാണ് ജനങ്ങളുടെ ആഭിമുഖ്യത്തിനെ നിർണ്ണയിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ അത് ഒരു റൈറ്റ് ചേരിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാനിതിനെ കാണുന്നത് ഇതിനേക്കാളൊക്കെ കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയം കുറേക്കൂടെ ഒരു മാർക്കറ്റിംഗ് ശൈലിയിലേക്ക് പോയിട്ടുണ്ട്. മാർക്കറ്റിംഗ് ശൈലിയിൽ റൈറ്റ് പൊളിറ്റിക്സ് ആണോ ലെഫ്റ്റ് പൊളിറ്റിക്സ് ആണോ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണ് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ബ്രാൻഡിനെ നിശ്ചയിക്കുക എന്നുള്ളത്, ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നിട്ട് ആ വിഗ്രഹം നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഇപ്പോൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പല പക്ഷത്തു നിന്നും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ ഗ്യാരണ്ടി? ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഒരു വിഗ്രഹത്തിൻ്റെ നിർമ്മിതി ഉണ്ടാക്കുകയും ആ വിഗ്രഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡാണ് എങ്കിൽ, വിഗ്രഹമാണ് എങ്കിൽ അത് എളുപ്പത്തിൽ അതിനെ വോട്ടാക്കി മാറ്റാൻ പറ്റുകയും ചെയ്യും എന്ന് പറയുന്നൊരു സൈക്കോളജിയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. പൊതുവിൽ ഇന്ത്യൻ സമൂഹത്തിന് വിഗ്രഹങ്ങളോടൊരു ആഭിമുഖ്യമുണ്ട്. അതിപ്പോൾ മതമായാലും അതുപോലുള്ള ഇപ്പോൾ സിനിമയായാലും ഒക്കെ വിഗ്രഹങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകളോടൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും ആ വിഗ്രഹത്തിനെ ഏതാണ്ട് അന്ധമായിട്ട് തന്നെ വിശ്വസിക്കുകയും ആ വിഗ്രഹം നമ്മുടെ മോഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു രക്ഷക വേഷം കെട്ടും എന്നൊക്കെയുള്ളൊരു ചിന്താഗതി നമ്മുടെ ഒരു സൈക്കോളജിയിലുള്ളതാണ്. ആ ഇന്ത്യൻ മനസ്സിൻ്റെ ആ ഒരു ഭാവത്തെ വളരെ നന്നായി ചൂഷണം ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലേക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു പക്ഷം ഒരു വിഗ്രഹത്തിനെ ഉണ്ടാക്കുമ്പം മറുപക്ഷത്ത് ഒരു വിഗ്രഹ നിർമ്മിതി ഉണ്ടാകുന്നുവെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ അല്ലെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ നൽകുന്ന ഗ്യാരണ്ടിയിലുള്ള ഉറപ്പുകളെ തകർക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും ഇന്ത്യൻ പൊളിറ്റിക്സ് പോവുക. അപ്പോൾ ആശയപരമായിട്ടുള്ളൊരു സംഘർഷത്തിനേക്കാൾ കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണുന്നത് ഒരു പക്ഷത്തുള്ള വിഗ്രഹം മറുപക്ഷത്തുള്ള വിഗ്രഹത്തിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ള ചിലൊരു സ്ട്രാറ്റജിയിലുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ പോവുകയാണ്. നിസ്സാരവൽക്കരിക്കുക, ഇയാൾ കഴിവില്ലാത്ത ആളാണെന്ന് പറയുക, അഴിമതിക്കാരനാണെന്ന് പറയുക, ആ രീതിയിലുള്ള ആ വിഗ്രഹത്തിൻ്റെ ആയിട്ട് ജനമനസ്സിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾക്ക് കാലേ കൂട്ടി കണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ക്യാമ്പയിൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും, അഴിമതി അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള വർത്തമാനങ്ങൾ പറയും, അങ്ങനെ പലതും പറയുമെങ്കിലും ഉയർന്നു നിൽക്കുന്നത് ഞങ്ങളുടെ വിഗ്രഹത്തെ കാണൂ, ആ വിഗ്രഹം എത്രമാത്രം സുശക്തമാണ്, എത്രമാത്രം ജനപ്രിയനാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അഴിമതിക്കെതിരെ പോരാടുന്നു, ആ തരത്തിലുള്ള ഒരു സൂപ്പർ താരത്തിൻ്റെ പരിവേഷം സൃഷ്ടിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിനാണ് പോകുന്നത്. അത് രണ്ട് പക്ഷത്തു നിന്നും അല്ലെങ്കിൽ പല പക്ഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. ഇപ്പം സംസ്ഥാന തലത്തിലെടുത്തു കഴിഞ്ഞാൽ അവർക്കാകാവുന്ന രീതിയിൽ ലോക്കൽ പൊളിറ്റിക്സിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ പോലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമാകാതെ തന്നെ പോകണം, ആശയപരമായിട്ട് പോകണം എന്ന് ഒരു ശാഠ്യം പോലെ കൊണ്ട് നടന്ന സംവിധാനങ്ങൾ പോലും ഇപ്പോൾ ഒരു വിഗ്രഹം ഉണ്ടാക്കിയ ആ വിഗ്രഹത്തിന് മുന്നിൽ നിർത്തി ഉള്ള തരത്തിൽ പോവുകയാണ്. പ്രായോഗികമായിട്ട് അതാണ് എളുപ്പം, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു കണ്ടംപററി വേൾഡിൽ മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രം ഉപയോഗിച്ചിട്ട് ഒരു പക്ഷേ ഒരു എലക്ഷൻ നേരിടാൻ പ്രായോഗികമായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണത് അവർ സ്വീകരിക്കുന്നത്. അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജനമനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കുറേ കൂടെ എളുപ്പമാവും നമുക്ക് മുമ്പിൽ നിർത്താനൊരു വിഗ്രഹം ഉണ്ടെങ്കിൽ. യുവാക്കളെ ടാർഗറ്റ് ചെയ്തിട്ട് പലതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ. അവർക്കായിട്ടുള്ള ചില സമ്മേളനങ്ങൾ നടത്തുന്നു, അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ നൽകുന്നു. ആ രീതിയിലെല്ലാം ഓരോ പാർട്ടികളും ഓരോ സ്ട്രാറ്റജികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തിന് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് ഒരു കക്ഷിയെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു മടുപ്പ് പടർന്നിട്ടുണ്ടെങ്കിലും അത് വോട്ടിങ്ങിനെ ഇപ്പോൾ ബാധിച്ചിട്ടില്ല. അപ്പം നാളെ അത് ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പം നമ്മൾ തന്നെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയധികം മടുപ്പും
അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വ്യവസ്ഥിതിയോടും ജനാധിപത്യത്തിനോടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളോടൊക്കെ അത്ര ഒരു എതിർപ്പ് യുവജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാരെങ്കിലും നോട്ടയ്ക്ക് വോട്ട് ചെയ്തേനെ. 2019 നോട്ടയ്ക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്, 1% താഴെയേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അവർ കുറേക്കൂടെ പക്വമായിട്ട് രാഷ്ട്രീയ വേർതിരിവുകൾക്ക് അതീതമായിട്ട് ചിന്തിച്ച് വസ്തുതകളെ വിശകലനം ചെയ്ത് വോട്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിലെങ്കിലും കാണാനുണ്ട്. സൈബർ ഇടങ്ങളിൽ അഭിരമിക്കുന്നവർക്ക് പൊതുവെ ഒരു അസുഖമുണ്ട്, ഓൺലൈൻ ഡിസിൻഹിബിഷൻ സിൻഡ്രോം എന്ന് പറയും. ഞങ്ങൾ ഓൺലൈനിലാണ്, ഞങ്ങൾക്ക് എന്തും പറയാം, ഞങ്ങൾക്ക് എന്തും എഴുതാം, ഞങ്ങൾക്ക് ആരും ഏത് വിധത്തിലും വിമർശിക്കാം എന്നുള്ള ഒരു ചിന്താഗതി വരുന്നുണ്ട്. കാരണം അതൊരു ഡിസിൻഹിബിഷനാണ്. കാരണം ഞങ്ങൾ ഓൺലൈനിലാണ്, ഞങ്ങളങ്ങനെ ഒരു പൊതു ഇടത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് പോലെ അത്രയധികം നിരീക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങളിത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നം വരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള വിലക്കുകളെ, ഒരാളെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുക അല്ലെങ്കിൽ അയാളെ വല്ലാതെ താഴ്ത്തി പറയുക, ആ തരത്തിലുള്ള കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു മാനസിക വിലക്ക് പൊതുവിൽ സൈബർ ഇടങ്ങളിൽ അഭിരമിക്കുന്നവർക്കില്ല. കുറേ കൂടെ ഓർഗനൈസ്ഡായിട്ട് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അതായത് എതിരാളിയെ, ഒപ്പണൻറ്റിനെ എങ്ങനെയെങ്കിലും പൊതു സമൂഹത്തിൽ താഴ്ത്തി പറയുക, അതുവഴി എൻ്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പം ഈ ഓൺലൈൻ ഡിസിൻഹിബിഷൻ സിൻഡ്രോം കുറേ കൂടെ ലക്ഷ്യാധിഷ്ഠിതവും കുറേ കൂടെ തീക്ഷ്ണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ സൈബർ പോരാളികൾ, രാഷ്ട്രീയത്തിലെ സൈബർ പോരാളികൾ പ്രത്യേകിച്ച് തത്വദീക്ഷയൊന്നും ഇല്ലാതെ എതിരാളികളെ തകർക്കുന്ന ആ ഒരു ശൈലിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എലക്ഷൻ എന്ന് പറയുന്നത്, എലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ പൊളിറ്റിക്കൽ അഡ്വർടൈസിങ് ആണ്. കാരണം ക്യാമ്പയിൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകമൊക്കെ അവതരിപ്പിച്ചിട്ട് ജനമനസ്സുകളിലേക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം വിന്യസിപ്പിച്ചത്. എത്ര നല്ല പാട്ടുകളിലൂടെയാണ് അവരവരുടെ ആ ഒരു ആശയത്തിനെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിവിട്ടത്. അതുപോലുള്ള നല്ല മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുടെ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പം മുദ്രാവാക്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. നല്ല മുദ്രാവാക്യങ്ങൾ, സൃഷ്ടിപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ നമ്മൾ ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങിലൊക്കെ വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ടൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ കലയിലേക്ക്, അതിൻ്റെ ഒരു ചായ്വിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു അവിഭാജ്യ ഘടകമായിട്ട് വരുന്നു. കാരണം ഒരുപക്ഷെ വഴിയിലൊട്ടിച്ച ഒരു പോസ്റ്റർ കാണുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ഇമേജിനാണ്. എനിക്കറിയില്ല ഇപ്പോഴും എന്തിനാണ് ഈ രാഷ്ട്രീയ കക്ഷികൾ ഇത്രയധികം പണം ചുവരിലൊട്ടിക്കുന്ന പോസ്റ്ററുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. അതുമല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ വയ്ക്കുന്ന ബിൽബോർഡുകളുടെ ധാരാളിത്തം എന്തിനെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ റീച്ചുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള റീച്ചുള്ള ഒരു മാധ്യമത്തിലൂടെ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമ്പോൾ എതിരാളിയെ താറടിക്കാനുള്ള ഏത് ഹീനമാർഗവും ചെയ്യും എന്നുള്ളതിൽ ഒരു വാസ്തവം തന്നെയാണ്. അത് പിൻവലിക്കപ്പെടാം, പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് ചട്ടം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വരുമ്പോഴേക്കും പിൻവലിക്കപ്പെടാം. പക്ഷേ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോഴേക്കും ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണിൽ പെടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ഇമേജിലൂടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രചാരത്തേക്കാൾ എത്രയോ ഇരട്ടി അധികമാണ് ഒരാളെക്കുറിച്ചിട്ട് മോശം പറഞ്ഞാൽ അതിവേഗം അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ സമർത്ഥമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകണം എന്നുള്ള ലക്ഷ്യത്തോടെ പ്രയോഗിക്കുന്ന ആ ദൗത്യം തന്നെയാണ് സൈബർ പോരാളികൾക്കുള്ളത്. അതവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് പൊതുവിൽ
തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് നേരിടാതെ ഒരു സ്ഥാനാർത്ഥിക്കും ഇപ്പോഴത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥിയുടെ വിന്നിങ് ചാൻസസ് കൂടുന്നത് ആ വ്യക്തി എത്രമാത്രം ചാമിങ് ആണ്, എത്രമാത്രം ആളുകളുമായിട്ട് ഇഴുകിച്ചേരുന്നു, അയാൾ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്രമാത്രം വിശ്വസനീയമാണ്, അത് നടത്താനുള്ള ഇച്ഛാശക്തി എത്ര കണ്ടുണ്ട് എന്ന് അയാളുടെ ശരീരഭാഷയിലുള്ള തോന്നൽ എത്രമാത്രം അയാൾക്ക് കാണിക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ആ സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത നിശ്ചയിക്കപ്പെടുന്നത്. പല സ്ഥാനാർത്ഥികൾക്കും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അല്ലാതെ മറ്റുള്ള ഘട്ടങ്ങളിൽ ഇത് ചെയ്യാത്തവരായിരിക്കും നല്ലൊരു ശതമാനം. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനവും ആ തരത്തിൽ മറ്റുള്ള വേളകളിൽ ഇടപഴകാതിരിക്കുന്ന ആളുകളായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് വന്നിട്ട് ആളുകളുടെ അടുത്ത് പോകാതിരിക്കാൻ നിർവാഹമില്ല, വോട്ട് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പലർക്കും വലിയ സ്ട്രെസ്സാണ്. കാരണം ജനം പലവിധമാണ്. കാരണം അവരവരുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള നൈരാശ്യങ്ങളും ഒരു പക്ഷേ എടുക്കുന്നത് ഈ തരത്തിലുള്ള വോട്ട് ചോദിക്കൽ വേളകളിലായിരിക്കാം. ഒരു പക്ഷേ ഒരാൾക്ക് ഭൂമി തരം മാറ്റി കിട്ടിയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ വിലക്കയറ്റം മൂലം പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ പലവട്ടം കയറി ഇറങ്ങിയിട്ട് കാര്യം സാധിക്കാതിരുന്നിട്ടുണ്ടാവാം. ഇവർക്കെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇവരെ നേരെ മുമ്പിലേക്ക് കിട്ടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരൊക്കെ പ്രതികരിക്കും. അതിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോവുക എന്നുള്ള ചില അവസ്ഥകളുണ്ടാവാം. പ്രത്യേകിച്ചും ജനസമ്പർക്കത്തിൻ്റെ കാര്യത്തിൽ അതിനു മുമ്പുള്ള കാലയളവിൽ പിശുക്ക് കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നൈരാശ്യവും ഇച്ഛാഭംഗവും ഒക്കെ ഉണ്ടാവാം. എപ്പോഴും ചിരിച്ച് അതിനെ കേൾക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യ സഹജമാവില്ല. ചില സമയത്ത് കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്ന അവസ്ഥകളുണ്ടാവും. ചിലപ്പോൾ കോപം ഉണ്ടാവാം. അതുമല്ലെങ്കിൽ അണികൾ ഈ സ്ഥാനാർത്ഥി ഉദ്ദേശിച്ച പോലെ പ്രവർത്തിച്ചിട്ടില്ല, വേണ്ട രീതിയിൽ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല, അത് എൻ്റെ വിജയസാധ്യതയെ ഇല്ലാതാക്കും എന്നുള്ള തോന്നലുകളൊക്കെ വരുമ്പോഴും അതും ഒരുപാട് ഇച്ഛാഭംഗങ്ങൾ ഉണ്ടാക്കുകയും അത് കോപമായിട്ട് പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഒരിക്കൽ ഒരു സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു സംഭാഷണത്തിൽ പറയുണ്ടായി, ഇലക്ഷൻ കഴിഞ്ഞ ആ ഒരു വേളയിൽ ഒരു യോഗത്തിൽ വെച്ച് കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ ഇപ്പം എൻ്റെ മുഖം ചിരിയല്ലാത്തൊരു മുഖഭാവത്തിലേക്ക് വരണില്ല. കാരണം ഇങ്ങനെ ആളുകളെ കണ്ട് എന്ത് പറഞ്ഞാലും ചിരിച്ച് ഇപ്പം എൻ്റെ മുഖം മുഴുവൻ ഒരു ചിരിയുടെ മുഖഭാവത്തിൽ ഫിക്സ് ആയിപ്പോയി. അതുകൊണ്ട് അനവസരത്തിൽ ഞാൻ ചിരിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും തോന്നരുതെന്ന് പറഞ്ഞു. കാരണം ഇതൊരു പലപ്പോഴും പലർക്കും ഇത് കാട്ടിക്കൂട്ടലാണ് എന്നുള്ളതാണ് സത്യം. ഉള്ളിൽ നിന്ന് വരുന്ന രീതിയിൽ ഇടപെടുക എന്ന് പറയുന്നത് അത് സ്വതസിദ്ധമായി എല്ലാ കാലയളവിലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയോ പൊതുപ്രവർത്തനത്തിൻ്റെയോ ഭാഗമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുകയും മനസ്സിൽ നിന്ന് അവരോട് ചിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രം സാധ്യമാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ വന്നാലും അതിനെ സൃഷ്ടിപരമായിട്ട് നേരിടുകയും അവരോട് സമാധാനത്തോടെ നമുക്ക് പരിമിതികളില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും നമുക്ക് നോക്കാം എന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥകളിലേക്കൊക്കെ അവർക്ക് പോകാൻ പറ്റും. ചിലർക്കത് പറ്റില്ല. കാരണം ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് അവരുടെ വ്യക്തിത്വം എന്താണോ, ജനങ്ങളോടുള്ള അവരുടെ ആ ഒരു ആഭിമുഖ്യം എന്താണോ, അത് ചില സന്ദർഭങ്ങളിൽ അത് ഈ തരത്തിൽ വെല്ലുവിളിക്കപ്പെടുമ്പോൾ പുറത്തു വരും. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ജനമധ്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവർ പല സ്ഥലത്ത് കടന്നു പോകും. പക്ഷേ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പം ചെയ്യേണ്ടി വരും പല സ്ഥലത്തും. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അത് അതിജീവിക്കാൻ പറ്റുന്നത്? തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിന് സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അവരെ നിർത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്ക് ചിട്ടവട്ടങ്ങളുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ആ ചിട്ടവട്ടങ്ങളുമായിട്ട് സമരസപ്പെട്ട് പോവുകയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. ചിലപ്പം മാനസികമായിട്ടുള്ള ആഭിമുഖ്യം ഇല്ലാത്ത
ചില വ്യക്തികളെ കണ്ട് അവരുടെ മുമ്പിൽ കൈ തൊഴുത് നിൽക്കേണ്ടി വരും. പ്രസ്ഥാനം അത് പറയുകയാണ്, അല്ലെങ്കിൽ ആ പാർട്ടി അത് പറയുകയാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിൽ വേറെ ചോയ്സ് ഒന്നുമില്ല, അവിടെ പോയി കൈ കൂപ്പുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഉള്ളിലുള്ള ആ രോഷം അല്ലെങ്കിൽ വൈരാഗ്യം അടക്കിക്കൊണ്ട് മുഖത്ത് ഫിറ്റ് ചെയ്ത് ചിരിയുമായിട്ട് അവരുടെ മുമ്പിൽ പോയി നിന്ന് വോട്ട് ചോദിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം ഓരോ വോട്ടും വിജയത്തിലേക്കോ അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള സാധ്യതകളെയോ ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാവുകൊണ്ട് അത് ചെയ്യാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതുവരെയുള്ള അയാളുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളിലുമൊക്കെ ഒരല്പം വെള്ളം ചേർത്ത് തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള ഒരൊറ്റ ഫോക്കസിൽ മാത്രം കേന്ദ്രീകരിച്ച് സംഘടനയോ പ്രസ്ഥാനമോ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരോ പറയുന്ന ആ പെരുമാറ്റ ശൈലികളിലേക്ക് പരിമിതപ്പെടുത്തുക എന്ന് പറയുന്നത് ആവശ്യമായിട്ട് വരും. ക്ലേശകരമാണ്, പക്ഷേ അത് ചെയ്യാതെ നിർവാഹമില്ല. അത് ചെയ്യാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ഇറങ്ങാതിരിക്കുകയായിരിക്കും ബുദ്ധി. പൊതുവിൽ ജനമനസ്സിൻ്റെ ഓർമ്മകൾ വളരെ ഹ്രസ്വമാണ്. വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട അഴിമതി ചെയ്യുന്ന ആളുകൾ പോലും ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തനങ്ങളിലൂടെ ആ അഴിമതിയുടെ മേൽ അല്ലെങ്കിൽ ആ അഴിമതി കഥയുടെ മേൽ മൂടുപടമിട്ട് പുതിയൊരു കാരിസ്മ സൃഷ്ടിക്കാൻ, പുതിയൊരു പ്രതിച്ഛായ സൃഷ്ടിക്കാനുള്ള സ്പേസ് ഇന്ത്യൻ ജനാധിപത്യം അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ജനത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഹ്രസ്വമാവുകയും അല്ലെങ്കിൽ മറ്റൊരു കാരിസ്മയുടെ മറ്റൊരു പ്രതിച്ഛായയുടെ മൂടുപടം ഇട്ട് കഴിഞ്ഞാൽ സാരമില്ല, ഇപ്പം അദ്ദേഹം ഇതല്ലേ എന്നുള്ള രീതിയിലേക്ക് കണക്കാക്കാനുമുള്ള ഒരു ഉദാര മനസ്സ് ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ട് എന്നുള്ളതിന് ചൂഷണം ചെയ്തിട്ടാണ് ഈ തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ടാകുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ആ തരത്തിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. ഒരു കാലയളവിൽ വളരെ കൊടിയ അഴിമതി ചെയ്യുകയും അത് വളരെയധികം മാധ്യമ ശ്രദ്ധ നേടുകയും കേസുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങൾ 4-5 വർഷം കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ജനപ്രിയ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രകാരം വളരെയധികം പ്രചാരം കൊടുക്കുന്നു, എല്ലാ സംസ്ഥാനങ്ങളിലെയും പത്രങ്ങളിലും പരസ്യം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അതൊരു മൂടുപടമായിട്ട് വരും. അടിസ്ഥാനപരമായിട്ട് ഇവർ അഴിമതി ചെയ്യുക എന്നുള്ള ആ ഒരു ശൈലിയിൽ നിന്ന് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് കാലമാണ് തെളിയിക്കുക. പക്ഷേ ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരിക്കൽ ഒരു അഴിമതി ചെയ്തു എന്നുള്ളതുകൊണ്ട് അയാൾ എല്ലാ കാലത്തും അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു മനോഭാവം ഇന്ത്യൻ ജനതയ്ക്കില്ല. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ നല്ലതും ചെയ്തല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ വരും. അത് നന്നായി ഉപയോഗിക്കുന്നവരും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിൽ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യൂ, ഇതിൻ്റെ ഫലത്തിനെ കുറിച്ചിട്ട് യാതൊന്നും ആലോചിക്കാതിരിക്കൂ എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ പ്രത്യേകിച്ചും കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് അവരുടെ കയ്യിലുള്ളതല്ല, ജനങ്ങളുടെ കയ്യിലുള്ളതാണ്. എത്രയൊക്കെ ലക്ഷക്കണക്കിന് പോസ്റ്റർ ഒട്ടിച്ചാലും കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ മെറ്റീരിയൽ പ്രചരിപ്പിച്ചാലും ബിൽ ബോർഡുകൾ വെച്ചാലും എത്ര പ്രാവശ്യം വീട്ടിൽ കയറിയാലും ഫൈനലി ജനമാണ് തീരുമാനിക്കുക. ആ ജനത്തിൻ്റെ തീരുമാനത്തിൽ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. പല രീതിയിലുള്ള ആശയങ്ങളിട്ട് എതിരാളികളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാനൊരു കേമനാണ് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞോ, അതുമല്ലെങ്കിൽ കുറച്ച് വർഗീയതയുടെ എലമെൻറ്റുകൾ കയറ്റി വിട്ടിട്ടോ ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എത്ര മാനിപ്പുലേറ്റ് ചെയ്താലും ആ ദിവസം ഒരു വോട്ടർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് അയാളുടെ മാത്രം ചോയ്സാണ്. ഇത് എളിമയോടെ മനസ്സിലാക്കുക. ജനമാണ് ചുരുങ്ങിയ പക്ഷം തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങളുടെ മാസ്റ്റർ, നിങ്ങളുടെ യജമാനൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചു,
ഞാൻ ജയിച്ചു, അവർ തീരുമാനിച്ചു ഞാൻ തോറ്റു എന്നുള്ള ആ ഒരു നിസ്സംഗഭാവം കാലേ കൂട്ടി തന്നെ മനസ്സിൽ ഒരുക്കി കഴിഞ്ഞാൽ കുറേ കൂടെ സ്പോർട്ടീവായിട്ട്, അത് വ്യക്തിപരമായിട്ട് എടുക്കാതെ വളരെ സ്പോർട്ടീവായിട്ട് വിജയത്തിനെയും എടുക്കാം, പരാജയത്തിനെ എടുക്കാം. പലരും വിജയത്തിനെ പോലും സ്പോർട്ടീവായിട്ട് എടുക്കില്ല, അപ്പോഴേക്കും കയറി അഹങ്കരിക്കും. കാരണം ഓരോ സ്ഥാനാർത്ഥിയുടെയും ഉള്ളിൽ ഒരു പരിധി വരെ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ട്, അമ്പട ഞാനേ ഒരു ഫീലിംഗ് ഉണ്ട്. പലപ്പോഴും ഇത് ജനം ആലോചിച്ച് നമ്മളെ വിജയിപ്പിച്ചതാണ് എന്ന് ചിന്തിക്കാതെ ഞാനൊരു ഭീകരനായതുകൊണ്ടും ഭയങ്കരനായതുകൊണ്ടും ജനം എന്നെ വിജയിപ്പിച്ചു എന്നുള്ള ഒരു സമവാക്യത്തിലേക്ക് പോകുന്ന എളിമ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പ് വളരെ ദുഷ്കരമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കർമ്മം ചെയ്യുക, ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുക, നേരായ രീതിയിൽ കഴിയുന്നത്ര നൈതികമായിട്ട് എതിരാളിയെ മോശപ്പെടുത്താതെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനുള്ളൊരു സ്പേസ് എതിരാളിക്കും കൊടുത്തുകൊണ്ട് ആ ആദരവോടെ ഫൈറ്റ് ചെയ്യുന്ന പക്വമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കർമ്മം ചെയ്യുക മാത്രമാണ് ജനം വിധി എഴുതി എന്നുള്ള നിസ്സംഗഭാവത്തിൽ അവർക്ക് കണക്കാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് തോറ്റതുകൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും ആ സിസ്റ്റം ഒരു പരിധി വരെ ഇവരുടെ മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും യു ലാവ് ടു ടേക്ക് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടായിരിക്കാം 10ാം ക്ലാസ് തോക്കുമ്പോൾ കുട്ടികൾ തോക്കുന്ന പോലെ വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥി തോറ്റതുകൊണ്ട് ജീവിതം ഇല്ലാതായി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് പരാജയത്തിനെ ഫേസ് ചെയ്യാൻ അറിയാം, പക്ഷെ മനസ്സുകൊണ്ട് അവരതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഇത് തന്നെയാണ്, കർമ്മം ചെയ്യുക.